നമസ്കാരം. എല്ലാവരും കണ്ടല്ലോ അത് വാർത്ത, പ്രസ് റിലീസ് കിട്ടിയല്ലോ അല്ലേ? എൻ്റെ പേര് MK തോമസ്. ഞാൻ ഈ സംഘടനയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ്. ഈ എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിയുടെ പേര് വർഷ ഹരിദാസ്. ഇദ്ദേഹത്തിൻ്റെ സ്ഥലം ഇരിട്ടിയാണ്. അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവമാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഒരു അഡ്മിഷൻ തട്ടിപ്പിൽ കുറച്ച് വിഷയമൊക്കെ ആയിട്ട് ഈ കുട്ടി കർണാടകയിലെ വിവിധ ഏജൻസി സർക്കാർ സംവിധാനങ്ങളിൽ പരാതി കൊടുത്തിട്ട് നടപടിയാകാഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി പരാതി സ്വീകരിച്ച് എതിർകക്ഷിക്ക് നോട്ടീസായി കഴിഞ്ഞിട്ടാണ് ഇപ്പം കർണാടകയിലുള്ള കോൺഗ്രസ് മന്ത്രിസഭയിലുള്ള MLA ആണ് ഈ കോളേജ്. അവരിപ്പോൾ അവിടുന്ന് കേരളത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിച്ച് ഇവരെ വിളിക്കുകയും കേസിൽ നിന്ന് പിന്മാറണം കൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുകയും മറ്റുമൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ രാവിലെ ഞാനും കൂടെ കുട്ടിയുടെ രക്ഷിതാവിനെ കൂട്ടി നമ്മുടെ റൂറൽ SP അദ്ദേഹത്തെ കണ്ട് പരാതി കൊടുത്തിട്ട് വരുന്ന വഴിയാണ് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. ബാക്കി കാര്യം കുട്ടി പറയുമോളെ. വർഷ ഹരിദാസ്. ഞാൻ ഇങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കർണാടകയിലും, അതുപോലെ ഇപ്പോൾ ഇവിടെ SP സൂപ്രണ്ടിനും കേസ് കൊടുത്തിട്ടുണ്ട്. അവരും ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് കോളേജിൽ നിന്ന് അവരെ പറഞ്ഞിട്ടാണ് വിളിച്ചതാണ് എൻ്റെ അറിവ്. എന്നിട്ട് അവർ വിളിച്ചിട്ട് പറയുന്നത് കേസ് പിൻവലിക്കണം, കുറച്ച് കോമ്പൻസേഷനായിട്ട് കുറച്ച് പൈസ തരാം, കേസ് പിൻവലിക്കുമോ എന്ന് ചോദിച്ചിട്ട് 2 നമ്പറിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കേസ് പിൻവലിക്കൂല, കേസിൻ്റെ വഴിക്ക് തന്നെ എനിക്ക് നീതി കിട്ടുന്നവരെ മുന്നോട്ട് പോകാമെന്ന് തന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. നാലപ്പാട് നഴ്സിംഗ് കോളേജിൽ, നാലപ്പാട് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. NA ഹാരിസ് MLA ചെയർമാന്റെ 2022 സെപ്റ്റംബറിൽ ഞാൻ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പം നമ്മൾ നാലപ്പാട് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന കോളേജിലാണ് അഡ്മിഷൻ എടുക്കുന്നത്. അവരെന്നിട്ട് നമ്മളെ പിന്നെ അവിടെ ചേർന്നു. പിന്നെ ഫസ്റ്റ് സെം എക്സാം ആയപ്പം ഹോൾ ടിക്കറ്റിൽ ഭരത് കോളേജ് ഓഫ് നഴ്സിംഗ് എന്നുള്ള പേരിലാണ് നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുന്നത്, ഭരത് കോളേജ് ഓഫ് നഴ്സിംഗ്. പക്ഷെ ഇവർ ലോൺ പേപ്പറൊക്കെ തന്നത് കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്ന ഇതിലാണ് INC-ൻ്റെ KNC-ൻ്റെ പേപ്പർ നമുക്ക് ലോൺ പേപ്പറിലെ ശരിയാക്കി തരുന്നത്. പിന്നെ ഫസ്റ്റ് സെം എക്സാം എഴുതി, സെക്കൻഡ് സെം എക്സാം എഴുതി. പിന്നെ അപ്പോഴാണ് നമുക്ക് എന്താ പറയുക INC-യും KNC ഒന്നും ഇല്ല, അംഗീകാരമില്ല, നിലവിലില്ലാത്ത കോളേജാണ് നമ്മൾ അറിയുന്നത്. പിന്നെ ഹ്യൂമൻ റൈറ്റ്സിലെ മാം ഇടപെട്ടിട്ടാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് എനിക്ക് വാങ്ങിച്ചു തന്നത്. അപ്പോൾ തന്നെ ഞാൻ അവിടെ നിങ്ങൾ വരികയും ചെയ്തു. കുറേ പരിശ്രമിച്ചിട്ടാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് ഇടുക. പിന്നെ അവർ പറഞ്ഞായിരുന്നു പൈസ അടച്ചാൽ മാത്രം, ഫുൾ ഇയർ ഫീസ് അടച്ചാൽ മാത്രമേ നമുക്ക് സർട്ടിഫിക്കറ്റ് തരുള്ളൂ എന്ന് പറഞ്ഞു. ഹ്യൂമൻ റൈറ്റ്സിലെ മാം ഇടപെട്ടു. അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകാർക്കാനായിട്ടാണ് സർട്ടിഫിക്കറ്റ് എനിക്ക് ലഭിച്ചത്. അതിന് ശേഷമാണ് ഞാൻ കേസ് കൊടുക്കാൻ വേണ്ടി പോയത്. ഇല്ല, ഫസ്റ്റ് ഇയർ മാത്രമേ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് അവർ അടുത്ത ലോണിന് എടുക്കാൻ വേണ്ടിയിട്ട് പേപ്പർ തന്നായിരുന്നു, മാർക്ക് ലിസ്റ്റ് വെച്ചിട്ട്. അപ്പോൾ അവരെൻ്റെ രജിസ്റ്റർ നമ്പർ എഡിറ്റ് ചെയ്തിട്ടും അതുപോലെ എൻ്റെ കോളേജിൻ്റെ പേര് എഡിറ്റ് ചെയ്തിട്ട് തന്നത്. ഭരത് കോളേജിന് പകരം കോളേജ് ഓഫ് നഴ്സിംഗ് നോക്കി രജിസ്റ്റർ നമ്പർ, ഒരു ചെറുക്കൻ്റെ രജിസ്റ്റർ നമ്പർ വെച്ചിട്ട് എനിക്ക് എഡിറ്റ് ചെയ്തിട്ടാണ് മാർക്ക് ലിസ്റ്റ് തന്നത്. അങ്ങനെയാണ് ഞാൻ കേസ് കൊടുക്കാനും കാരണം. ഞാൻ നേരെ ഡയറക്റ്റ് പോയി ബാങ്ക് മാനേജർ കണ്ടിങ്ങനെ കാര്യം പറഞ്ഞു. ഞാൻ അങ്ങോട്ട് തന്നെ പറയുകയും ചെയ്തത്. അല്ല, നാലപ്പാട് ഗ്രൂപ്പ് ഓഫ് നഴ്സിംഗ് കോളേജ് എന്ന് പറയുന്ന കോളേജിലാണ്. തലേ ദിവസം ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോഴാണ് നമ്മൾ അറിയുന്നത് കോളേജ് മാറി എന്നുള്ള വിവരം നമ്മൾ അറിയുന്നത്. ഭരത് കോളേജ് അത് അംഗീകാരമില്ലാത്ത കോളേജാണ്. കാരണം ഞാൻ കുറെ നാള് അന്ന് കൊറോണ ടൈമിന്റെ സാന്നിധ്യത്തിലാണ് നമ്മളവിടെ അഡ്മിഷൻ എടുക്കുന്നത്. കൃഷ്ണൻ 2.45. പിന്നെ എക്സ്ട്രാ ചിലവ് കുറേ ആയിട്ടുണ്ടായിരുന്നു. ഒരു 3 ലക്ഷത്തിന് മുകളിൽ എന്തായാലും പോയി കാണും.